ഹേ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. ഇന്ന് കുറേ ആഴ്ചകൾക്ക് ശേഷം നമ്മൾ പിന്നെയും സ്റ്റാർഡ്യൂ വാലിയിലേക്ക് വന്നേക്കുവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൈനിങ്ങിന് പോവാണ്. ഞാനിവിടെ പുതിയ ഫാർമും ബാണും ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ നടുന്ന കൃഷി ഫാമാണ്, പക്ഷേ കുളമായി കിടക്കുക. അതൊന്നും കൂടെ ഉണ്ടാകണം. ഇപ്പം ആദ്യം എനിക്ക് പിക്കാക്സ് വാങ്ങിക്കാൻ പോകണം. പക്ഷെ അതിനു മുമ്പ് ഇവിടെ മുട്ട മയോണൈസ് ആക്കുന്ന ഒരു മെഷീനുണ്ട്, ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം. പിന്നെ എനിക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് പോകണം പിക്കാക്സ് വാങ്ങിക്കാൻ. അങ്ങനെ നമ്മൾ മൈൻ കാർട്ടിൽ കയറി ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് വന്ന് പിക്കാക്സ് വാങ്ങിക്കുന്നതിന് മുമ്പ് അണ്ണനൊരു ഗിഫ്റ്റ് കൊടുത്ത്. അത് വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഗോൾഡ് പിക്കാക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 3 അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു. ആദ്യം കോപ്പർ, അയൺ, ഇപ്പം ഗോൾഡായി നമ്മുടെ. ഇനി നമുക്ക് നേരെ 95th ഫ്ലോറിലേക്ക് പോയി ഇന്ന് 100ാമത്തെ ഫ്ലോർ റീച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഗോല്. ഇവിടെ വന്നപ്പം തൊട്ടേ വന്നതിന് മുമ്പ് നമ്മളെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി ഇവന്മാരെല്ലാം. ചാവട. ഇത് നമ്മൾ താഴത്തേക്കുള്ള ഏണി കിട്ടുന്നവരെ കല്ലൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കല്ലൊക്കെ പൊട്ടിച്ച് നോക്കാം ഏണി വരുന്നവരെ. ഗോൾഡൊക്കെ കിട്ടി കേട്ടോ. ഇവിടെ വേറെ വല്ല ഗോൾഡും ഉണ്ടോ നോക്കിയില്ല. നമുക്ക് അടുത്ത ഫ്ലോറിലോട്ട് ഇറങ്ങാം. ഇനി നമുക്ക് ഏണി കണ്ടുപിടിക്കാം, കല്ലെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ മോൺസ്റ്റേഴ്സ് ഒന്നും കാണാം. സ്ലൈം അവനെ ഇപ്പം മൈൻഡ് ചെയ്യണ്ട. ഏണി കിട്ടി നമുക്ക്. മാഗ്മ ജിയോടൊക്കെ കിട്ടുന്നു. അതിന് മുമ്പ് ഈ ബാക്കിയോ തീ തുപ്പുന്ന ആരടാ? ഇവനെ ഞാൻ ആദ്യമായിട്ടാണല്ലേ കാണുന്നത്. ആ മോൺസ്റ്ററിനെ ഞാൻ ആദ്യമായിട്ടാണ്. അവനെ ഒന്ന് കൊല്ലണം. കൊണ്ടില്ല. കെറ്റാബെൽറ്റ് അടിച്ച അവനെ. ചാവടാ, കൊള്ളുന്നില്ലല്ലേ. ചത്തവൻ. ആദ്യമായിട്ട് ലോങ് റേഞ്ച് ഫയർ അറ്റാക്ക് ചെയ്യുന്നൊരുത്തനെ കണ്ട. അപ്പം നമ്മൾ 97th ഫ്ലോറിലെത്തി. ഇനി 3 ഫ്ലോറും കൂടെ കഴിഞ്ഞല്ല, 2 ഫ്ലോറും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 100ാമത്തെ ഫ്ലോറിലെത്തും. ഈ ഫ്ലോറിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവനെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ചിലപ്പം ഗോൾഡ് ഡോറൊക്കെ ഇങ്ങനെ ഇരിക്കും. അതൊക്കെ എടുക്കാതെ പോയി കഴിഞ്ഞാൽ തെറ്റല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവന്മാരെയൊക്കെ കൊന്ന് പിന്നെ വന്ന് ഏണി കിട്ടി. എന്തായാലും പെട്ടെന്നൊന്ന് അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ട് വരാം, വേറെ വല്ലതും ഉണ്ടോ എന്ന്. എൻ്റെ ഹെൽത്ത് കുറവാണ്. വേറെ ഒന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ ഹെൽത്ത് അധികം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് കയറിയത്. നമുക്ക് 100ാമത്തെ ഫ്ലോറിലെത്താവുള്ളതല്ലേ. ഹെൽത്ത് ഇല്ലാതെ പിന്നെ അവസാനം തിരിച്ചു പോകേണ്ടി വരും. ഞാൻ വേറെ ഹെൽത്ത് കൂട്ടാനുള്ള ഫുഡ് ഐറ്റംസും ഒന്നും കൊണ്ടുവന്നതുമില്ല. ഇവിടുന്ന് എല്ലാ ഗോൾഡും എടുത്തുകൊണ്ട് പോകും എന്തായാലും. ഇവിടെ കുറേ ഗോൾഡ് ഡോറുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗോൾഡ് ഡോറും എടുത്തിട്ടേ ഉള്ളൂ ഇനി പോക്ക്. 2 ഇവിടെ ഇല്ല. തീക്കാരനുണ്ട്, അവനെ ഇപ്പം മൈൻഡ് ചെയ്യണ്ട. എത്ര ഗോൾഡടെ ഇത് വന്നത്. എന്തായാലും കാര്യമായി. അല്ലെങ്കിൽ ഈ ഗോൾഡ് ഡോറൊക്കെ ചുമ്മാ പോത്തില്ലേ. ഇവനെ കൊന്നാലോ എന്ന് ആലോചിക്കുക, പക്ഷേ വേണ്ട, ഹെൽത്തില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഏണി കയറി പോകാൻ നോക്കാം ഇപ്പം തൽക്കാലത്തേക്ക്. നമ്മൾ 99th ഫ്ലോർ, ഇത് 100ാമത്തെ ഫ്ലോറിൻ്റെ മുമ്പുള്ള ലാസ്റ്റ് ഫ്ലോറാണ്. അവനെ കൊന്നിട്ട് ഗോൾഡെല്ലാം ആദ്യം എടുക്കട്ടെ. ഇവിടുത്തെ ഗോൾഡ് ഡോറെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ 100ാമത്തെ ഫ്ലോറിലോട്ട്. ഏണി ഇപ്പരെ കിട്ടി കേട്ടോ. പക്ഷെ നമ്മൾ ഗോൾഡ് ഡോറെല്ലാം എടുത്തിട്ടേ പോകുന്നുള്ളൂ 100ാമത്തെ ഫ്ലോർ. അല്ലെങ്കിൽ ഒരു ഹൈപ്പൊക്കെ വേണ്ടേ. നമ്മൾ 100ാമത്തെ ഫ്ലോർ എത്താൻ പോവുക.
99th ഫ്ലോർ എന്തായാലും കാലിയാക്കിയിട്ടേ പോകുന്നുള്ളൂ. 100ാമത്തെ ഫ്ലോർ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ഫ്ലോറാണ്. അത് കഴിഞ്ഞാൽ ഈ മൈൻസ് തീരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ അറിയാൻ വയ്യ 100 കഴിഞ്ഞിട്ട് ഇനി ഫ്ലോറൊക്കെ ഉണ്ടോയെന്ന്. ഇവിടെ എത്ര ഗോൾഡ് ഓറടെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എടുക്കാതെ പോകാൻ പറ്റുമോ? 1 2 3 4 5 6 7 8 ഗോൾഡ് ഓർ അടുപ്പിച്ചിരുന്നു. ഇനി നമുക്ക് എന്തായാലും ഗോൾഡിൻ്റെ കുറവൊന്നും വരത്തില്ല എത്ര വന്നാലും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോപ്പറിൻ്റെയൊക്കെയാണ് കുറവ് വരുന്നത്. നമ്മുടെ താഴോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ കണ്ട ഗോൾഡ് മാത്രമേ ഉള്ളൂ. കോപ്പറൊക്കെ എടുക്കണമെങ്കിൽ മണ്ടയിൽ പോകും. മണ്ടയിലൊക്കെ ആര് പോകുന്നു? നമ്മളിത്ര താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മണ്ടയിലോട്ട് പോകാറില്ല തിരിച്ച്. അകത്തൊരു ലെയറും കൂടെ ഉണ്ട്, അതും കൂടെ മൈൻ ചെയ്തിട്ട് നമുക്ക് ഏണി കൂടെ താഴെ ഇറങ്ങി നമ്മുടെ 100ാമത്തെ നില മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാം. ഫ്ലൗണ്ടർ ഫ്രൻസി ഞാനെന്ത് ചെയ്യാനാ? അതുകൊണ്ടൊക്കെ പെട്ടെന്ന് മൈൻ ചെയ്ത് ഇതിൻ്റെ അകത്തെ ലെയർ എന്തോ കുറേ കുപ്പികളൊക്കെ ഇരിക്കുന്ന അകത്ത്, ബാരലൊക്കെ ഇരിക്കുന്ന അകത്ത് കുറേ. അതിനകത്തൊക്കെ എന്താണെന്നറിയാൻ വയ്യ. പക്ഷെ എൻ്റെ ഹെൽത്ത് ഒരുപാട് ലോയാണ്. അതിന് മുമ്പ് നമുക്ക് ഈ ക്യാരറ്റൊക്കെ തിന്ന് ഹെൽത്ത് കൂട്ടാം. അല്ലെ അവന്മാരെ കാണാൻ തട്ടിക്കളഞ്ഞാൽ 100ാമത്തെ നില എത്തുന്നതിന് തൊട്ട് മുമ്പ് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധയോടെ പോവാം. അവൻ്റെ ഡാർഫ് സ്ക്രൂഡ് കിട്ടി. അതുകൊണ്ട് ഈ തീക്കാരനോ ഇവന് ഒരടിക്കേ ഉള്ളു, പക്ഷെ ഭയങ്കര ഷോയാണ് അവന് തീയൊക്കെ വെച്ച്. റൂബി ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഗോൾഡാ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു വല്ല ട്രഷറും വല്ലതും കിട്ടുമെന്ന്. റൂബിയൊക്കെ നല്ല വിലപ്പെട്ട സാധനമാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. ഏറ്റവും വിലപ്പെട്ട സാധനം ഡയമണ്ട്. അതെൻ്റെ കുറേ ഉണ്ട്, ഒരു 10-12 ഡയമണ്ട് കാണും എന്തായാലും. എന്നാൽ നമുക്ക് തിരിച്ച് കറങ്ങി പോവാം. കുറേ കറങ്ങണമല്ലേ നമുക്ക് തിരിച്ചാ 100 ഏണീൻ്റെ അവിടെ എത്താൻ. ഇനി നമ്മൾ നേരെ 100ാമത്തെ ഫ്ലോറിലെത്തണമെങ്കിൽ നമുക്കിത് കറങ്ങിപ്പോയി എന്തായാലും അവസാനം കുറേ നാളായി മൈൻ ചെയ്യുക. ഇവരാണ് 100ാമത്തെ ഫ്ലോർ എത്തുന്നത്. അറിയത്തില്ല 100ാമത്തെ ഫ്ലോർ എത്തി എന്ത് കിട്ടുമായിരിക്കുമെന്ന്. എല്ലാ 10 ഫ്ലോർ കഴിയുമ്പോഴും ഒരു ചെസ്റ്റ് റിവാർഡ് ട്രഷർ ഐറ്റംസ് കിട്ടും. അപ്പോൾ നോക്കാം എന്തായാലും 100ാമത്തെ ഫ്ലോറിൽ ട്രഷർ കിട്ടുന്ന റിവാർഡ് എന്തായിരിക്കും. നമ്മൾ 100ാമത്തെ ഫ്ലോറിൽ എത്തി, ട്രഷർ കിട്ടി. എന്തോ ഒരു സ്റ്റാർ ഐറ്റം. ആ സ്റ്റാർ ഡ്രോപ്പ് ഇത് എനർജി ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം എനർജി ലെവൽ കൂട്ടത്തേ ഉള്ളൂ. ഇതിന് നല്ല വിലയുള്ള സാധനമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 100ൻ്റെ താഴെ ഇനി ഉണ്ടാ. എന്തോ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായിരുന്നു 100, അത് കാണുന്നില്ല എന്തായാലും. പക്ഷെ ഇവിടെ നിന്ന് താഴോട്ട് ഏണി പോകുന്നുണ്ട്. അപ്പം 100 മൈൻ തീരുന്നത്, അത് നമുക്ക് ഉറപ്പ് വരുത്താം. 100ൻ്റെ താഴെ ഏതാണ്ട് 101 ലെവലിലും എത്തി. ഇതും അതേപോലെ കണ്ടിട്ട് അതേപോലെയൊക്കെ ഇത്രയും നേരം മൈൻ ചെയ്തുകൊണ്ടിരുന്ന പോലെയൊക്കെ തന്നെ, മാറ്റമൊന്നുമില്ല. ഈ ഗോൾഡ് എടുത്തവന്മാരെ ഹെൽത്ത് ഇല്ല കേട്ടാ. ഞാൻ പെട്ടെന്ന് ഗോൾഡ് എടുത്തിട്ട് മുങ്ങാൻ നോക്കണം. വേറെ മോൺസ്റ്റേഴ്സൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് മൈൻ ചെയ്തിട്ട് പോവാം. ഗോൾഡൊക്കെ എടുത്ത് ഇതൊക്കെ വെച്ച് ചത്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര നഷ്ടമാണ്. ഒരു ഏണി തുറന്ന് മഷ്റൂം ഉണ്ടല്ലേ കുറേ. എന്തായാലും അവിടെ സ്ലൈമൊക്കെ നിൽക്കുന്നു, അങ്ങോട്ടൊക്കെ പോവാത്തതാണ് നല്ലത്. നമ്മളിപ്പോൾ
നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ചുമ്മാ പോയി ചാവണ്ട. എൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേറെ ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് മൈൻ കാർട്ടിൽ കയറി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ രാത്രിയായിരുന്നു, ഇനി അവിടെ നിന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് പോയി കിടന്നുറങ്ങാം ഇപ്പോഴത്തേക്ക്. പക്ഷേ ഞാനില്ല, മയോണൈസ് എടുത്തില്ല. അതെടുത്ത് വിക്കായിട്ടിട്ട് വരാം, എന്നിട്ട് ഉറങ്ങാം. നമ്മുടെ മയോണൈസ് മേക്കറെല്ലാം മയോണൈസ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമുക്ക് പോയി വിൽക്കാനിട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങി. 60 ഗോൾഡ് ഓറായി കേട്ടോ. നമുക്ക് ആ ഫർണസ് ഇങ്കട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഫർണസ് ഇട്ടിട്ടും കൂടെ പോയി കിടക്കാം. 60 ഗോൾഡ് ഓറിൽ നിന്ന് എത്ര ഇങ്കട്ട് ഉണ്ടാവും? 5 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാവും. ഇപ്പോൾ 10, 11, 12 ഇങ്കട്ട് ഉണ്ടാവും. 60 കുറേ ഓറ് കിട്ടി. എന്തായാലും നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇന്നത്തെ കണ്ട ലെവൽ 8 മൈനിങ് ആയി. എൻ്റെ മൈനിങ്ങിൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ആയി. മയോണൈസ് വിറ്റ പൈസയും കൂടെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. എല്ലാവർക്കും ഗുഡ് ബൈ.